വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സൂറ ആലു ഇമ്രാൻ 23, 24, 25. أعوذ بالله من الشيطان الرجيم. ألم تر إلى الذين أوتوا نصيبا من الكتاب يدعون إلى كتاب الله ليحكم بينهم ثم يتولى فريق منهم وهم معرضون. ذلك بأنهم قالوا لن تمسنا النار إلا أياما معدودات وغرهم في دينهم ما كانوا يفترون. فكيف إذا جمعناهم ليوم لا ريب فيه ووفيت كل نفس ما كسبت وهم لا يظلمون. صدق الله. അലം തറ നമ്മൾ ധാരാളമായിട്ട് പഠിച്ച ഒന്നാണ്. നീ കണ്ടില്ലേ? ഇലല്ലദീന ഊതു, നൽകപ്പെട്ടവരെ. അതായ തീ ഊതു, നൽകപ്പെട്ടവരെ. നസീബൻ, വിഹിതം. മിനൽ കിതാബ്, അൽ കിതാബിൽ നിന്ന്. യുദ്ഔന, അവർ വിളിക്കപ്പെടുന്നു. യുദ്ഔന, അവർ വിളിക്കപ്പെടുന്നു. ഇലാ കിതാബ്, ഗ്രന്ഥത്തിലേക്ക്. അല്ലാഹുവിന്റെ. ലിയഹ്കുമ, വിധി കൽപ്പിക്കാൻ, തീർപ്പ് കൽപ്പിക്കാൻ. ബൈനഹും, അവർക്കിടയിൽ. സുമ്മ, പിന്നെ. യതവല്ല, ഒഴിഞ്ഞു മാറുന്നു അല്ലെങ്കിൽ പിന്തിരിയുന്നു. ഫരീഖും മിൻഹും, അവരിൽപ്പെട്ട ഒരു വിഭാഗം. വഹും മുഅ്രിദൂൻ, അവർ അവഗണിക്കുന്നവരാണ്. ദാലിക, അത്. ബിഅന്നഹും, ദാലിക ബിഅന്നഹും, ബിഅന്നഹും, നിശ്ചയമായും അവർ. ഖാലൂ, അവർ പറഞ്ഞു. ലൻ തമസ്സന, മസ്സ, ലൻ തമസ്സന, ഞങ്ങളെ തൊടുകയില്ല. അന്നാർ, നരകത്തി. ഇല്ലാ അയ്യാമൻ, യൗമ്, ദിവസം. അയ്യാം, ദിവസങ്ങൾ. ഇല്ലാ അയ്യാമൻ, ഏതാനും നാളുകൾ അല്ലാതെ. മഅദൂദാത്ത്, എണ്ണപ്പെട്ട. വഗർറഹും, അവരെ വഞ്ചിച്ചിരിക്കുന്നു. ഫി ദീനിഹിം, അവരുടെ ദീനീ കാര്യത്തിൽ. മാ കാനൂ യഫ്തറൂൻ, അവർ കെട്ടിച്ചമച്ചുണ്ടാക്കിയത്. ഫ, അപ്പോൾ. കൈഫ, എങ്ങനെ. ഇദാ ജമഅനാഹും, നാം അവരെ ഒരുമിച്ചു കൂട്ടിയാൽ. ജമാഅ ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. ജമാഅത്ത്, സ്വലാത്തുൽ ജമാഅ. ലിയൗമിൻ, ഒരു ദിവസം. ലാ റൈബ ഫീ, അതിലൊരു സംശയവുമില്ല. വൗഫിയത്, വഫാത്ത്. വൗഫിയത്, പൂർണ്ണമായി നൽകപ്പെടുകയും ചെയ്താൽ. കുല്ലു നഫ്സിൻ, ഓരോരുത്തർക്കും. മാ കസബത്ത്, അവർ പ്രവർത്തിച്ചതിന്റെ ഫലം.
അവർ നേടിയത്, അവർ സമ്പാദിച്ചത് എന്നൊക്കെ അർത്ഥം. വഹും ലാ യുദ്ലമൂൻ, അവർ ആക്രമിക്കപ്പെടുന്നതല്ല എന്ന്. അപ്പോ നിന്നോട് വാദിക്കാൻ വരുന്ന ആൾക്കാർ, തർക്കിക്കാൻ വരുന്ന ആൾക്കാരോട് നീ പറയാം, ഞാൻ എന്നെ പൂർണ്ണമായും അള്ളാഹുവിന് സമർപ്പിച്ചിരിക്കുന്നു. അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. പിന്നെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ, ആയത്തുകളെ നിഷേധിക്കുന്ന ആളുകൾ, നബിമാരെ വധിക്കുന്ന ആളുകൾ, മഹാന്മാരായ ആളുകളെ വധിക്കുന്ന ആളുകൾ, അല്ലദീന യഅ്മുറൂന ബിൽ ഖിസ്ത്, നീതി പാലിക്കാൻ കൽപ്പിക്കുന്നവരെ വധിക്കുന്ന ആളുകൾ, അവർക്ക് വലിയ ശിക്ഷയുണ്ട്. അവർക്ക് അവരുടെ അമലുകളെല്ലാം നിഷ്ഫലമായി പോകും. നിഷ്ഫലം, ഹാബിറ്റസ്. എങ്ങനെയാണ് ആ വാക്ക് വന്നത് എന്നതിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഓർമ്മയിലുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഹാബിറ്റസ്, ഹബൂത്ത്, അല്ലേ? ഹബൂത്ത്, അങ്ങനെയൊക്കെ പറഞ്ഞു. ഇനി പറയാണ്, വേദവിജ്ഞാനത്തിൽ നിന്ന് ഒരു വിഹിതം കിട്ടിയ കൂട്ടരെ കുറിച്ച് നീ അറിഞ്ഞില്ലേ, നീ കണ്ടില്ലേ എന്ന് ചോദിച്ചാൽ, അങ്ങനെ കണ്ണുകൊണ്ട് കണ്ടില്ലേ എന്നത് അല്ല. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, ആനക്കാരെ കണ്ടോ എന്നുള്ളത് വെച്ചാൽ അതിന്റെ അർത്ഥം ഇങ്ങനെ കണ്ണുകൊണ്ട് കണ്ടോ എന്നുള്ളതല്ല. അലം തറ കൈഫ ദറബല്ലാഹു മസലൻ കലിമതൻ ത്വയ്യിബ, അവിടൊക്കെ അലം തറ, നീ കണ്ടില്ലേ, ഇതൊരു ശൈലിയാണ്. അപ്പോ ഇവിടെയും അങ്ങനെ തന്നെയാണ്. നീ കണ്ടില്ലേ എന്ന് വെച്ചാൽ കണ്ണുകൊണ്ട് ഇങ്ങനെ കണ്ടോ എന്നുള്ളതല്ല. അറിഞ്ഞില്ലേ, മനസ്സിലാക്കിയില്ലേ? നമ്മൾ പറയില്ലേ ഇപ്പൊ കണ്ടില്ലേ എന്ന് ചോദിക്കൂലേ, ഇപ്പൊ കണ്ടില്ലേ? ആ, മനസ്സിലാ, ഇപ്പൊ കണ്ടില്ലേ, എന്തായി, അറിഞ്ഞില്ലേ, അല്ലേ? അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് ഇലല്ലദീന ഊതു നസീബൻ മിനൽ കിതാബ്, വേദത്തിൽ നിന്ന് വിഹിതം നൽകപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു തആല ഇറക്കിക്കൊടുത്ത വേദം മുഴുവനായും അവരുടെ കൈവശം ഇല്ല, മുഴുവനായും ഇല്ല. അതിൽ നിന്ന് കുറേയേറെ ഭാഗങ്ങൾ അവർ വിട്ടുകളഞ്ഞു. കുറച്ച് ഭാഗങ്ങളെയാണ് അവരുടെ കയ്യിലുള്ളത്. എന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷിച്ച കുറഞ്ഞ പേജാന്നല്ല, പേജൊക്കെ തോന്നുന്നുണ്ടാവും. പക്ഷെ ആ പേജില് അവര് പലതും എഴുതി ചേർത്തു, പലതും വെട്ടിമാറ്റി. അങ്ങനെയൊക്കെ നോക്കുമ്പോ ഇപ്പൊ അവസാനം ഓരോരുത്തർ കുറച്ചുണ്ട്, അത്ര. അവരെ അല്ലാഹു സുബ്ഹാനഹു തആല അയച്ചു കൊടുത്ത നിയമത്തിലേക്ക്, ഈ കിതാബ് എന്ന് പറയുന്നതിന് അങ്ങനെ ഒരു അർത്ഥമുണ്ട്, നിയമസംഹിത. കതബ എന്ന് പറഞ്ഞാൽ എഴുതി, എഴുതി എന്ന് പറഞ്ഞാൽ നിയമമാക്കി. അതുകൊണ്ടാണ് കുത്തിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കി എന്ന് പറയുമ്പോൾ അതൊരു നിയമമാണ്. അപ്പൊ അൽ കിതാബ് എന്ന് പറഞ്ഞാൽ അതൊരു നിയമപുസ്തകമാണ്. നിർബന്ധമായ കാര്യങ്ങളുള്ള, ആജ്ഞകളും കൽപ്പനകളും നിരോധങ്ങളും ഒക്കെ ഉള്ള ഒന്നാണ് അൽ കിതാബ്. അപ്പൊ അള്ളാഹുവിന്റെ നിയമങ്ങളിലേക്ക് അവരെ വിളിക്കുമ്പോൾ എന്തിനാ വിളിക്കുന്നത്? അവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി വിളിക്കുകയാണ്. ഈ സംഭവം, ഈ ആയത്തിറങ്ങിയതിൻ്റെ പശ്ചാത്തലങ്ങളായിട്ട് ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലൊന്ന്, മദീനയിലെ ജൂത ഗോത്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ഗോത്രത്തിലെ പ്രധാനിയായ ഒരാൾ വ്യഭിചരിച്ചു. അപ്പൊ വ്യഭിചാരം എന്ന് പറയുന്നത് മദീന രാഷ്ട്രത്തിൽ സാക്ഷികളുണ്ടെങ്കിൽ വലിയ കുറ്റാണ്. സാക്ഷി ഇല്ലെങ്കിൽ ഇവിടെ കുറ്റം കിട്ടൂല, പരലോകത്തു നിന്നേ കിട്ടുള്ളൂ.
വ്യഭിചാരത്തിന് ശിക്ഷ നിർബന്ധമാണ്. ആ നിർബന്ധമായ ശിക്ഷ സാക്ഷികൾ ഉണ്ടെങ്കിൽ ഇവിടുന്ന് തന്നെ ശിക്ഷിക്കപ്പെടും. സാക്ഷികളൊന്നുമില്ലാതെയാണെങ്കിലും ഈ നമ്മുടെ നാട്ടില് ഉഭയകക്ഷി സമ്മതപ്രകാരം എന്ന് പറയും, രണ്ടാൾക്കും സമ്മതമാണ്, പിന്നെ നിങ്ങൾക്ക് എന്താന്നുള്ള, അങ്ങനെയാണെങ്കിലും അത് തെറ്റാണ്. പക്ഷെ ഇവിടെ ശിക്ഷിക്കാൻ വകുപ്പില്ല, പരലോകത്താണ് ശിക്ഷ. അപ്പൊ രണ്ടും കൂടി കൂടിയതാണ് നമ്മളെ ജീവിതം, ഈ ലോകവും പരലോകവും. ഇവിടെ ചിലപ്പോ കുറ്റവാളികൾ രക്ഷപ്പെടും, നിരപരാധികൾ ശിക്ഷിക്കപ്പെടും. അതൊക്കെ ഭൗതികമായ തെളിവിന്റെയും ന്യായത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും. പക്ഷെ എന്നാലും അതിലൊക്കെ പരമാവധി സൂക്ഷ്മത പാലിക്കുന്ന ഒരു സമീപനമാണ് ഇസ്ലാമിന്റെ. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് കേസെത്തി. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങളെ തൗറാത്തിൽ എന്താ ഇതിനെ പറ്റി പറയണേന്ന്. പറഞ്ഞു തൗറാത്തിൽ അങ്ങനൊന്നും പറയണില്ല എന്ന്. അപ്പൊ അത് പോരല്ലോ, നിങ്ങൾ കൊണ്ടുവരികയായിരുന്നു. അത് തൗറാത്തിൽ കൊണ്ടുവരി. അങ്ങനെ ഇവര് കൊണ്ടുവന്നിട്ട് ആ ഭാഗത്ത് ഈ സാധനം മാത്രം മറച്ചു വെച്ചിട്ട് വായിച്ചു. എത്തിച്ചാൽ മതിയല്ലോ, അപ്പുറപ്പുറമൊക്കെ വായിച്ചു. നമ്മളെ പുതിയ കാലത്താണെങ്കിൽ ഇതൊക്കെ എഡിറ്റ് ചെയ്തിട്ട് ഉള്ള പരിപാടിയുണ്ട്. അന്ന് ഈ സാങ്കേതിക വിദ്യകൾ ഇത്രത്തോളം എത്താത്തതുകൊണ്ട് അവർക്ക് വിരലുകൊണ്ട് പൊത്തിയൊക്കെ വേണം. അങ്ങനെ എന്നാൽ യഥാർത്ഥത്തിൽ അതില് എന്തുണ്ടെന്ന് വെച്ചാൽ ശിക്ഷാവിധി പറയുന്നുണ്ട്. വ്യഭിചാരിയെ എറിഞ്ഞു കൊല്ലണം എന്നുള്ളത് അതിൽ തന്നെ ഉണ്ട്. പക്ഷെ ഓലെ പ്രശ്നം, അവരുടെ ഒരു സ്ഥിരം ഏർപ്പാട് എന്താന്ന് വെച്ചാൽ സമൂഹത്തിലെ പാവപ്പെട്ട ആൾക്കാരെന്തെങ്കിലും ചെയ്താൽ ഒരു ശിക്ഷ നടപ്പാകും. അത്യാവശ്യം സ്വാധീനമുള്ള ആൾക്കാരെന്തെങ്കിലും ചെയ്താൽ പോലെ വെറുതെ വിടും. എപ്പോഴും അങ്ങനെ തന്നെയാണ്. തിന്മകളൊക്കെ എല്ലാ കാലത്തും ഏതാണ്ട് ഒരുപോലൊക്കെ തന്നെയാണ്. പാവപ്പെട്ടവന് ഒരു ഓപ്പറേഷനിൽ ലോൺ എടുത്താൽ ഓൻ്റെ പോലെ ജപ്തി ചെയ്യും അല്ലേ. വലിയ വലിയ ടീമാണെങ്കിൽ കോടിക്കണക്കിന് ഉറുപ്പ് എഴുതി തള്ളു. നമ്മുടെ രാജ്യത്തൊക്കെ അങ്ങനെ തന്നെയല്ലേ. എത്രയോ ശിക്ഷാവിധികളും അങ്ങനെയൊക്കെ തന്നെയാണ്. അതുകൊണ്ട് എന്താണ് സമൂഹത്തിൽ സംഭവിക്കുക? ഇസ്ലാം പറയുന്നത് ഖിസാസിൽ നിങ്ങൾക്ക് ജീവിതമുണ്ട് എന്നാണ്. ഈ പ്രതിക്രിയ ശിക്ഷ നടപ്പിലാക്കുന്നതിലൂടെ യഥാർത്ഥത്തിൽ ഒരു കുറ്റം ചെയ്ത വ്യക്തിയെ ശിക്ഷിക്കുക, അയാളോട് പ്രതികാരം ചെയ്യുക എന്നതല്ല ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. പിന്നെന്താന്ന് വെച്ചാൽ സമൂഹത്തില് കുറ്റകൃത്യങ്ങൾ പടരാതിരിക്കാൻ വേണ്ടിയിട്ട് അത് കാരണമാവും. കാരണം ചില ആൾക്കാർ കുറ്റം ചെയ്തിട്ട് അള്ളാഹിനോട് തൗബ ചെയ്തിട്ടുണ്ടാവും. ആത്മാർത്ഥമായ തൗബ ചെയ്താൽ അള്ളാഹ് അത് പുറത്തു കൊടുക്കും. ഇപ്പൊ പരലോകത്ത് കുറ്റമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ ആ തൗബ കൊണ്ട് അയാൾ വെറുതെ വിടൂല, അയാളെ ശിക്ഷിക്കും. കാരണം ഇവിടുത്തെ ശിക്ഷ എന്തിനാന്ന് വെച്ചാൽ സമൂഹത്തിൽ ഒരു കൃത്യത, ഒരു സുരക്ഷിതത്വം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഇവിടെ നമുക്ക് എല്ലാവരും ഇപ്പൊ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു, ഇവിടെ എപ്പോഴും അങ്ങനെയാണ്. അതിന്റെ പ്രശ്നം എന്താണ്? അതിന്റെ പ്രശ്നം സ്വാധീനമുള്ള ആളുകൾക്ക് കുറ്റം ചെയ്യാൻ പേടിയില്ല. അതൊക്കെ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. കാരണം അവർക്കറിയാം അത് വരുന്നിടത്ത് വെച്ച് എങ്ങനെ കാണേണ്ടതെന്ന് അറിയാം. അതുകൊണ്ട് കൊല ചെയ്യുന്നതിനോ തട്ടിപ്പറിക്കുന്നതിനോ അഴിമതി നടത്തുന്നതിനോ ഒന്നും ഒരിക്കലും ബേജാറും ഇല്ലാതെ സമൂഹത്തിൽ തിന്മകൾ വ്യാപിക്കും. പിന്നെ വിശ്വാസമിന്റെ അടുത്ത് വന്നിട്ട് മഖ്സൂമിയ ഗോത്രത്തിലെ ഫാത്തിമ എന്ന പേരുള്ള ഒരു പെണ്ണ് മോഷ്ടിച്ച സമയത്ത് നബിന്റെ അടുത്ത് വന്നിട്ട് അവർ പറഞ്ഞു, എത്ര ചുവന്ന ഒട്ടകം വേണമെങ്കിലും തരാ കൊടുക്ക, എന്ത് ചെയ്യണോ ഈ ശിക്ഷയിൽ നിന്ന് ഒഴിവായി തരണം എന്ന് പറഞ്ഞപ്പോൾ നബി പറഞ്ഞു, നിങ്ങളെ പൂർവികർ പയച്ചു പോയത് ഇങ്ങനെയാണ്, അവരിൽ ഉന്നതന്മാർ കുറ്റം ചെയ്താൽ വെറുതെ വിടും, അല്ലാത്തവരെ ശിക്ഷിക്കും. എന്നാ ഞാനങ്ങനെയല്ല, എൻ്റെ മകൾ ഫാത്തിമ, അതായത് മഖ്സൂമിയ ഗോത്രത്തിൽ ഏതോ ഒരു ഫാത്തിമന്റെ വർത്താനം നിങ്ങൾ പറയുന്നത്, എൻ്റെ മകൾ ഫാത്തിമ മോഷ്ടിച്ചാലും ഞാൻ കൈവിട്ടു. അതാണ് ഇസ്ലാമിലെ നീതി ബോധം എന്ന് പറയുന്നത്. എന്തായാലും ഇതാണ് ഒരു സംഭവം. മറ്റൊരു സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം മില്ലത്തിലാണ് എന്ന് അവകാശപ്പെട്ടു. ഞാൻ ഇബ്രാഹിം മില്ലത്തിലാണ്, അതായത് ഞാൻ പുതിയതായിട്ട്
ഒന്നും കൊണ്ടുവന്നതല്ല, ഞാൻ എന്തോ ഒരു പുത്തൻ വാദവുമായി വന്നതല്ല, ഞാനൊരു പുതിയ മതം രൂപീകരിക്കുകയല്ല. ഞാൻ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ മില്ലത്തിലാണ് ഞാനുള്ളത്. കാരണം ഇബ്രാഹിം നബിനെ പറയാൻ കാരണം ജൂതന്മാരും ക്രിസ്ത്യാനികളും ഒക്കെ അംഗീകരിക്കുന്ന, അതപ്പോ മക്കയിലെ മുശ്രിക്കുകൾ പോലും അംഗീകരിക്കുന്ന ഒരാളാണ് ഇബ്രാഹിം അലൈഹി സ്വലാം. അപ്പൊ ആ ഇബ്രാഹിം പൂർവ്വ പിതാവ് അബുൽ അംബിയ എന്നൊക്കെ പറയപ്പെടുന്ന ആളാണ് ഇബ്രാഹിം അലൈഹി സ്വലാം. ആ ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ മില്ലത്തിലാണ് ഞാനുള്ളത് എന്ന് പറഞ്ഞു. അപ്പോ ഇവര് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഈ യഹൂദി അല്ല വേണ്ടി, ഇബ്രാഹിം യഹൂദി ആയിരുന്നല്ലോ. ക്രൈസ്തവർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇനി ക്രൈസ്തവനല്ലേ ആവേണ്ടത്, ഇബ്രാഹിം ക്രിസ്ത്യാനി ആയിരുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളെ കയ്യിലെ തൗറാത്ത് കൊണ്ടുപോയി, തോറ ഓൾഡ് ടെസ്റ്റ്മെന്റ് പഴയ നിയമം കൊണ്ടുവരി, അതിൻ്റെ അകത്ത് ഇതുണ്ടോ നോക്കാം. നമുക്ക് ചർച്ച ചെയ്യുമ്പോൾ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളമ്മല്ലേ അല്ലേ എന്ന സ്വഭാവം, വാക്കുകളൊന്നും ഇതായിരിക്കൂല. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ അവര് അതിന് കൂട്ടാക്കിയില്ല. അതൊന്നിപ്പോ നല്ലിട്ട് തിരിഞ്ഞാളിഞ്ഞു. ഇതൊക്കെ എന്തിനാണ് ഇപ്പൊ നമ്മളോട് പറഞ്ഞു തരുന്നത്? ഇതൊക്കെ നമ്മളോട് പറഞ്ഞു തരുന്നത് പടച്ചമ്പുരാൻ ഈവത്തും അറിയല്ല. ഇങ്ങനെ ഒരു കൂട്ടരുണ്ടായിരുന്നു യൂതന്മാരും ക്രിസ്ത്യാനികളും പറഞ്ഞ് നമ്മളോട് കുറ്റം പറഞ്ഞു തരികയല്ല ചെയ്യുന്നത്. ഇത് പറഞ്ഞു തരുന്നത് എന്തിനാന്ന് വെച്ചാൽ നിങ്ങളിങ്ങനെ ആവാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ സംഗതി. കോഴിക്കോട് പട്ടാളപ്പള്ളിൻ്റെ അടുത്തൊരു ബോർഡുണ്ട്, 2024 വാഹനാപകടത്തിൽ മരിച്ചവർ, പരിക്കേറ്റവർ, അങ്ങനെ ഒരു ബോർഡുണ്ടാവും. അപ്പൊ അവിടെ പരിക്ക് പറ്റിയത് അടുത്തടുത്ത കൊല്ലത്തൊക്കെ ഉണ്ടാവും. അവിടെ ഈ വർഷം പരിക്ക് പറ്റിയത് ഇത്രയും ദിവസം വരെ, ഇന്ന് വരെ പരിക്ക് പറ്റിയത് കൊല്ലപ്പെട്ടവർ, വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടു. അങ്ങനെ നോക്കുമ്പോൾ ഓരോ ദിവസവും ഇങ്ങനെ സ്കോർ കൂടി കൂടി വരും. അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ട് കൊറോണന്റെ സമയത്ത് മാത്രമാണ് അതിൻ്റെ മുകളിൽ എണ്ണം കുറഞ്ഞത്. കൊറോണന്റെ സമയത്ത് അതിന്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പുറയൊന്നും അക്കോടി സ്ഥലത്തേക്ക് വരണമെങ്കിൽ വരെ സത്യവാങ്മൂലം എഴുതിയിട്ടിരുന്നു എന്നുള്ളൊരു കാലം. നിങ്ങൾ ആലോചിച്ചൊക്കെയുള്ള മുട്ടും കല്ലും ഒക്കെ കൂടി എല്ലാ ഇടവഴിയിലും കൊണ്ടുപോയിട്ട് റോട്ടും നടക്കുന്നവരെ പോലീസുകാർ വായിപ്പിച്ച് ഒരു കാലം അല്ലേ, വല്ലാത്തൊരു കാലമായിരുന്നു. ആ മാസ്ക്, പല ജാതി മാസ്കുകൾ, ഏതൊരു വിദ്വാൻ അവസാനം മുഖം കാണുന്ന മാസ്ക് ഉണ്ടാക്കി, അങ്ങനെ പലതരം ആയിരുന്നു. ആ കാലത്താണ് വാഹനാപകടങ്ങൾ കുറച്ച് കുറഞ്ഞത്. വണ്ടി ഇറങ്ങാൻ ഞാൻ പിന്നെ വണ്ടി അപകടം ഉണ്ടാവില്ലല്ലോ, പരീക്ഷ ചെയ്താൽ ഞാൻ പിന്നെ തോൽക്കൂല എന്ന് പറഞ്ഞ മാതിരി. അപ്പൊ ഇത് എന്തിനാണ് ഇങ്ങനെ ഒരു ബോർഡ് അവിടെ വെച്ചത്? എത്ര ആൾ മരിച്ചു എന്നുള്ളൊരു കണക്ക് നമുക്ക് കിട്ടാനല്ല. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഒന്ന് കരുതണം, റോഡുമൊന്ന് ഇത്രയും ആള് കൊല്ലപ്പെടുന്നുണ്ട്. അപ്പൊ ഏറ്റവും വലിയ യുദ്ധങ്ങളിൽ കൊല്ലപ്പെടുന്നതിനേക്കാൾ ആളുകൾ കൊല്ലപ്പെടുന്നത് റോഡിന് മുകളിലാണ്. ആളുകൾ ഇങ്ങനെ മരിച്ചു ഓരോ ദിവസവും, ഭയങ്കരമായ അപകടങ്ങൾ പറ്റി, അശ്രദ്ധ കൊണ്ട്. നിങ്ങളൊന്ന് കരുതണം, ഒന്ന് ശ്രദ്ധിക്കണം. അപ്പൊ ചരിത്രങ്ങളൊക്കെ പറയുന്നത് ഇതിനാണ്. നിങ്ങൾക്ക് മുമ്പ് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സമൂഹമായിരുന്നു ഇസ്രായേലിയർ. അവര് നശിപ്പിക്കപ്പെട്ടത് അവരിലെ ഇന്ന സ്വഭാവം കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ, നിങ്ങളിൽ ആ സ്വഭാവം ഉണ്ടായാൽ നിങ്ങളും നശിപ്പിക്കപ്പെടും. നിങ്ങൾ കരുതണം. എന്താണ് പറഞ്ഞതിൻ്റെ ഒക്കെ, ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒക്കെ ഒരർത്ഥം എന്ന് പറയുന്നത്. അങ്ങനെ അവര് തൗറാത്ത് കൊണ്ടുപോകുന്നില്ല, ഓല അവിടെ നിന്നും ഊരിച്ചാടി പോയി. അപ്പൊ അതിനെക്കുറിച്ചാണ് പറയുന്നത്. എന്താണ്? സുമ്മ യതവല്ല ഫരീഖും മിൻഹും വഹും മുഅ്രിദൂൻ. എന്നാൽ എല്ലാവരും അങ്ങനെയല്ല കേട്ടോ. ഫരീഖും മിൻഹും, ഒരു വിഭാഗമാണ് അങ്ങനെയുള്ളൂ. അതേ സമയത്ത് ഈ തൗറാത്ത് ഇഞ്ചീലൊക്കെ തൗറാത്ത് വായിച്ചിട്ട് ഇസ്ലാം സ്വീകരിച്ച ആളാണ് അബ്ദുല്ലാഹി ഇബ്നു സലാം എന്ന് പറയുന്ന ഒരു സ്വഹാബി. അദ്ദേഹം ആദ്യം ജൂത പണ്ഡിതനും പുരോഹിതനും ഒക്കെ ആയിരുന്നു. പക്ഷെ അദ്ദേഹം അത് വായിച്ചിട്ട് എന്ത് ചെയ്തു? ഇതായി. അങ്ങനെ ഈ കാലത്തുണ്ട്. ബൈബിളൊക്കെ വായിച്ചു നോക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുകയാണ് യഥാർത്ഥത്തിൽ എവിടെയാണ് എത്തേണ്ടതെന്ന് മനസ്സിലാവും. അങ്ങനെ മാറുന്നവരുണ്ട്. അങ്ങനെ ഒരു വിഭാഗം പുതിയ ജീവിത രീതിയിലേക്ക് മാറുകയും യഥാർത്ഥ ഇബ്രാഹിമി മില്ലത്തിലേക്ക് വരികയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു വിഭാഗം എന്ത് ചെയ്യുന്നുണ്ട്? ഇതിൽ നിന്നൊക്കെ പിന്മാറിക്കളയുന്നുണ്ട്.
ഇനി നിങ്ങൾ നോക്കൂ, ذَلِكَ بِأَنَّهُمْ قَالُوا لَنْ تَمَسَّنَا النَّارُ إِلَّا أَيَّامًا مَعْدُودَاتٍ. അങ്ങനെ അവരായി മാറാനുണ്ടാകുന്ന പ്രത്യേകമായ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഈ വാദമാണ്. എന്താണ് വാദം? ഞങ്ങൾ നരകത്തിൽ എറിയപ്പെടുകയില്ല, അഥവാ ആയാൽ തന്നെ കുറച്ചു ദിവസം ഉണ്ടാവും. വക്രൽ പറഞ്ഞല്ലേ? എന്തിനാ ഈ പറയണ അറിയോ? നമ്മളോട് ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞാലേ നമുക്കിത് മനസ്സിലാവും. ഇപ്പൊ നിസ്കരിക്കാൻ തന്നെ, നിസ്കാരം നിലനിർത്തുകയെന്ന് ഖുർആനിൽ എത്ര പ്രാവശ്യം പറഞ്ഞ്? ഒരുപാട് പ്രാവശ്യം പറഞ്ഞു. ഞാൻ ഇതിനങ്ങനെ ഒരു പ്രാവശ്യം പറഞ്ഞാൽ പോരെ, ഒരു പ്രാവശ്യം പറഞ്ഞാൽ പോരാ, അത് പോരാ. അപ്പൊ എന്താന്ന് വെച്ചാൽ ദിക്ർ ഉണ്ടാകണമെങ്കിൽ, ഓർമ്മയിൽ നിൽക്കണമെങ്കിൽ തദ്കിറ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയണം. പറഞ്ഞു തന്നെയാണ് പറയണത് എന്ന് വിചാരിക്കരുത്. പറഞ്ഞതിന്റെ പശ്ചാത്തലം വ്യത്യാസം ഉണ്ടാവും, എന്നാൽ പറഞ്ഞു തന്നെയാണ് പറയണത്. ആദം അലൈഹി ഇസ്ലാമിന് സുജൂദ് ചെയ്യാൻ പറഞ്ഞത് ഖുർആനിൽ പല സ്ഥലത്തും ഉണ്ട്. അതെന്തിനാ അങ്ങനെയെന്ന് വെച്ചാൽ വ്യത്യസ്ത കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. മൂസാ നബി കിതാബ് വാങ്ങാൻ പോയപ്പോൾ കാളക്കൂട്ടിനെ വിളിച്ച് ഇവരുണ്ടാക്കി, അല്ലേ? കാളക്കൂട്ടിനെ, സ്വർണം കൊണ്ട് കാളക്കൂട്ടിനെ ഉണ്ടാക്കിയിട്ട് പ്രാർത്ഥിച്ചു. നമ്മൾ ബക്കറയിൽ പഠിച്ചു അത്. പക്ഷെ അൽ ബക്കറയിലുണ്ട്, അത് അൽ ഖസസിലുണ്ട്, ത്വാഹയിലുണ്ട്. അങ്ങനെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ആവർത്തിച്ചു പറഞ്ഞിരിക്കുന്നു. വ്യത്യസ്ത രീതിക്കാണ്, വ്യത്യസ്ത ശൈലിയിലാണ്. ചിലയിടത്ത് സൂചന മാത്രമേ ഉള്ളൂ, ചിലയിടത്ത് വിശദാംശങ്ങളുണ്ടാവും. അപ്പൊ നമ്മളിങ്ങനെ വീണ്ടും വീണ്ടും പറയുന്നത് കൊണ്ട് ഒരു എന്ത് വേണ്ടിയില്ല, മനുഷ്യന്മാരുടെ ഒരു സ്വഭാവം അങ്ങനെയാണ്, അത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കണം, എന്നാലും നമുക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ. തഖ്വയുള്ളവരാവുക, ഇതെല്ലാ വെള്ളിയാഴ്ചയും പറയാൻ നിർബന്ധമാണ്. ഒരു ദിവസം തഖ്വയുള്ളവരാവുക, ഞാൻ അടുത്ത വെള്ളിയാഴ്ച വേറെ എന്തോ പറയാൻ പറ്റുമോ? ഇതന്നെയാണ് പറയാം. ഇതൊക്കെ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞതല്ലേ എന്ന് വെച്ചിട്ട് കാര്യമില്ല. അത് ഇനിയും പറയണം, എപ്പോഴും പറയണം, ആവർത്തിച്ചു പറയണം. അപ്പോൾ നോളേജ് എന്നത് മാത്രമല്ല, അത് ഒരു ബോധമായി, ഓർമ്മയായി എപ്പോഴും നിലനിൽക്കുക എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ നമ്മൾ ഈ ഖുർആൻ ക്ലാസ്സിലൂടെയൊക്കെ അങ്ങനെ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് നമ്മളിപ്പോ നമുക്ക് അറിയാത്ത, 100% അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ പഠിക്കുക എന്നത് മാത്രമല്ല, നമുക്ക് അറിയുന്ന കാര്യങ്ങൾ ഓർമ്മയാവുക, അത് വീണ്ടും ഓർമ്മയാവുക, അത് വീണ്ടും പുതുക്കിക്കൊണ്ടിരിക്കുക എന്നതൊക്കെ ഇതിലൂടെ നമ്മൾ അറിഞ്ഞും അറിയാതെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോ ഖുർആൻ ഇങ്ങനെ വ്യത്യസ്ത പശ്ചാത്തലത്തിൽ ആവർത്തിക്കുന്നു. ഇപ്പൊ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ, ജൂതന്മാരുടെ വിശ്വാസം നഹ്നു അബ്നാഉല്ലാഹ്, ഞങ്ങൾ അള്ളാന്റെ മക്കളാണ്, അള്ളാഹ്ക്ക് വേണ്ടപ്പെട്ടവരാണ്, പ്രിയപ്പെട്ടവരാണ്. അള്ളാന്റെ മക്കളും പ്രിയപ്പെട്ടവരും ആയതുകൊണ്ട് അള്ളാഹ് ഞങ്ങൾ എന്താക്കൂല, നരകത്തില് ഇടൂല. അങ്ങനെ മാനാന്റെ മക്കൾ ആരെങ്കിലും നരകത്തിലുള്ളൂ. ഇനി അഥവാ ഞങ്ങൾ വലിയ വലിയ കുറ്റമൊക്കെ ചെയ്ത് നോക്കുക, എന്നാൽ തന്നെ ഒന്ന് എന്ത് ചെയ്യൂ, ഒന്ന് മുക്കിയെടുത്ത് പിന്നെ അത് കുറഞ്ഞ ദിവസം, വളരെ കുറഞ്ഞ ദിവസം, എണ്ണപ്പെട്ട ദിവസം, എണ്ണപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ എണ്ണപ്പെട്ടതാണ്, നമ്മൾ വിരലിൽ എണ്ണാവുന്നൊക്കെ പറയും. എണ്ണപ്പെട്ട കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ എന്താവുള്ളൂ, നരകത്തിലുള്ളൂ. അതല്ലാതെ സ്ഥിരമായിട്ട് ഖാലിദീന ഫീഹാ അബദ എന്ന് പറയുന്ന രീതിയിൽ ഇടൂല. ഞങ്ങള് വേണ്ട. ക്രിസ്ത്യാനികളുടെ വിശ്വാസം എന്താ? മാമോദീസ മുക്കിയ പിന്നെ ഞങ്ങള് എന്ത് ചെയ്യൂല, ശിക്ഷിക്കൂല. ഇനി പാപം ചെയ്താലോ, പാപത്തിന്റെ ശമ്പളം മരണം അത്രേ. മരണത്തോട് കൂടിയിട്ട് അതിന്റെ ശമ്പളം കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ഹിരോഷിമ പ്രശ്നമല്ല, നാഗസാക്കി പ്രശ്നമല്ല, എത്ര വലിയ ബോംബ് വിടാ, എന്ത് കുറ്റവും ചെയ്യാം, മാമോദീസ മുക്കപ്പെട്ട ആളായിരിക്കണം എന്നാണ്. എന്തുകൊണ്ടാണ് മനുഷ്യന്മാരെ ഇങ്ങനെ ഇസ്രായേൽ സയനിസ്റ്റുകൾക്ക് ഇങ്ങനെ പച്ചക്ക് കൊല്ലാൻ കഴിയുന്നത്? ആള് നടന്നു പോകുമ്പോൾ കൊല്ലുന്നു, ഭക്ഷണം വാങ്ങുന്ന വരി നിൽക്കുന്നവരെ കൊല്ലുന്നു, പട്ടിണിക്കിട്ട് കൊല്ലുന്നു, അല്ലേ? അപ്പോ യഥാർത്ഥത്തിൽ മെഡിറ്ററേനിയൻ കടലിൽ ഇഷ്ടംപോലെ മീനുണ്ട്. ഗസയുടെ ഒരു ഭാഗം കടലാണ്. അപ്പൊ ആരും ഓൽക്കൊന്നും കൊണ്ട കൊടുക്കണ്ട, ഓല് തന്നെ വലയിട്ട് അവിടുന്ന് മീനിനെ പിടിച്ച് ഓല് തിന്ന് ജീവിച്ചോളും. പക്ഷെ കടലിൽ ഇറങ്ങാൻ സമ്മതിക്കണില്ല.
കടലിൽ തോണിയായിട്ടോ വലയൊക്കെ ആയിട്ട് ഇറങ്ങുമ്പോഴേക്ക് കൊന്നു കളയാണ്. അപ്പൊ അതുകൊണ്ട് അവര് പട്ടിണി. അപ്പൊ അവരുടെ രാജ്യത്ത് അവരെ സ്വതന്ത്രമായിട്ട് വിട്ടാവുകയെ ജീവിച്ചോളും. ഗസ ആരുണ്ടാക്കും എന്നാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഗസ ആരാണ് ഉണ്ടാക്കുക? ഗസ ആരുണ്ടാക്കണ്ട, ഓരോരുത്തേക്ക് ഇടങ്ങാറാക്കാൻ പോകാൻ ഞാൻ ഓലെന്നെ ഉണ്ടായിക്കോളൂ, ഓൽക്കത് കഴിയും. അപ്പോ പിന്നെ ഇങ്ങനെ ക്രൂരമായ മർദ്ദനങ്ങളും പൈശാചിക പ്രവർത്തനങ്ങളും ചെയ്യാൻ അവർക്ക് സാധിക്കുന്നത് അവരെന്താവൂല, ശിക്ഷിക്കപ്പെടൂല. നമ്മളെ നാട്ടിലും തന്നെ ആളുകള് ഗുണ്ടായിസം കളിക്കുന്നതിന്റെ പ്രധാന കാരണം എന്താണ്? ഞങ്ങളാരും പിടിക്കൂല, ഇനി പിടിച്ചാൽ തന്നെ സ്റ്റേഷനിലെത്തിയാൽ ഞങ്ങളെ വിട്ടുവിടും, ഇതിനേക്കാളും വലിയ ചെയ്തോലൊക്കെ സുഖമായിട്ട് നടക്കണില്ലേ എന്ന് തോന്നലാണ്. അപ്പൊ ശിക്ഷിക്കപ്പെടുകയില്ല എന്ന ഒരു തോന്നൽ ഒരു സമൂഹത്തിനോ ഒരു വ്യക്തിക്കോ ഉണ്ടായാൽ അവര് പിന്നെ എന്തു ആവും? ആ എന്തു ആവലാണ് ഇവരും ആയത്. അതുകൊണ്ടാണ് അവർക്ക് നബിമാരെ കൊല്ലാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് അവർ പച്ചക്ക് സത്യം കണ്ടിട്ടും നിഷേധിച്ചത്. അവര് നിഷേധിച്ച് തള്ളിയത് മറ്റുള്ളവരുടെ കയ്യിലുള്ളതല്ല, അവരുടെ കയ്യിലുള്ളത് തന്നെ അവർ നിഷേധിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത് അവരുടെ ഒരു സ്വഭാവം മാത്രമാണോ? അവരുടെ ഒരു സ്വഭാവം മാത്രമാണോ? ഉമ്മത്ത്, മുത്തുനബിന്റെ ഉമ്മത്തായാ മതി എന്ന് വിശ്വസിക്കുന്നവരില്ലേ? മുത്തുനബിന്റെ ഉമ്മത്തായാ മതി, അപ്പൊ നബിന്റെ ശഫാഅത്ത് കിട്ടും. അപ്പൊ നമ്മള് എന്ത് ചെയ്താലും, ഇനി അഥവാ കുറച്ച് നിസ്കാരമൊക്കെ പോയാലും അവസാനം നമ്മളെല്ലാരും എന്ത് ചെയ്യും? വിളിക്കും, എന്നിട്ട് സ്വർഗത്തിൽ തന്നെ വിളിക്കാനാവും. അപ്പൊ ഉമ്മത്തായി കിട്ടിയാൽ മതി, എന്നാൽ തന്നെ രക്ഷപ്പെടും. ബാക്കിയുള്ള ഇനിയിപ്പോ എന്തെങ്കിലും ചെയ്തു പോയാൽ തന്നെ അത് ഒന്ന് ശിക്ഷിച്ചിട്ട് പിന്നെ ഇങ്ങോട്ട് തന്നെ ആക്കും. എന്താ കാരണം? ഉമ്മത്ത്. യഥാർത്ഥത്തിൽ ഇതേ അഹ്ലുൽ കിതാബിന്റെ വാദമാണ് നമ്മളെ സമുദായത്തിൽപ്പെട്ട പലരും ഇന്നും കൊണ്ട് നടക്കുന്നത്. നമ്മളെ സമുദായത്തിൽപ്പെട്ടാണ് നമ്മളാ കൂട്ടർ, ഈ നമ്മളാ കൂട്ടർ ഓരാ കൂട്ടർ എന്ന് പറയുന്ന ഈ സമുദായം ഉണ്ടല്ലോ, ഇതായിരുന്നു അവരുടെയും വാദം. അതിനെയാണ് ഖുർആൻ നിഷേധിച്ചത്. ഇത് ശരിയല്ല, നിങ്ങൾ എന്താണോ അമല് ചെയ്യുന്നത് അതിൻ്റെതേ നിങ്ങൾക്ക് കിട്ടൂ. നിങ്ങൾ ഇന്ന ഗോത്രത്തിലാണ് കുടുംബത്തിലാണെന്നൊന്നും പറഞ്ഞിട്ട് ഒരു ഫലവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, യാ ഫാത്തിമ ബിൻത് മുഹമ്മദ് സലീനി മാ ശിഅത മിൻ മാലി ലാ ഉനി അൻകി മിനല്ലാഹി ഷൈഅ. എൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഉള്ള മുതലുണ്ടെങ്കിൽ മോളെ ഈ വേണേ ചോദിച്ചോ, അള്ളാന്റെ അടുത്ത് നിന്ന് ഒന്നും വാങ്ങിത്തരാൻ എനിക്ക് കഴിയില്ല. ആർക്ക് കൊടുക്കാൻ കഴിയില്ല? അതാരാണ്? സ്വന്തം മോള്. എൻ്റെ അടുക്ക് വേറെ മറയില്ലല്ലോ. എന്നിട്ടാണോ 100ാമത്തെ പൗത്രൻ, 110ാമത്തെ പൗത്രൻ എന്നൊക്കെ പറഞ്ഞിട്ട് നബിന്റെ കുടുംബമാണ് അവിടെ രക്ഷപ്പെടും എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? നബിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാളെ നബിന്റെ കുടുംബമാണ് എന്ന് മനസ്സിലായാൽ നമുക്ക് അവരോടൊരു പ്രത്യേക സ്നേഹവും ആദരവും ഒക്കെ ഉണ്ടാവുകയും വേണം. അതെന്തിനാന്ന് വെച്ചാൽ നബിനോടുള്ള സ്നേഹം കൊണ്ടാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാളുടെ മോനെ നമ്മൾ എവിടോ വെച്ച് കണ്ടാല് നമുക്കൊരു പ്രത്യേക സ്നേഹം തോന്നൂലേ? ഇത് ഇന്നത്താത്തന്റെ മോനാണ്, നേരോ. അപ്പൊ അതിന്റെ അപ്പുറത്ത് വേറെ കുട്ടികളൊക്കെ ഉണ്ടാവും, പക്ഷെ ആ കുട്ടികളോട് നമുക്ക് ദേഷ്യം ഉണ്ടായിട്ടൊന്നല്ല, ഈ കുട്ടീനെ നമുക്ക് ഒരു പ്രത്യേക സ്നേഹിക്കും. എന്താ കാരണം എന്ന് വെച്ചാൽ അത് ആരെ മോനാണ്, ആരെ മോളാണ്, ആരെ പേരക്കുട്ടിയാണ് എന്നതിനനുസരിച്ചാണ് അത് വരുന്നത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേക ആദരവും സ്നേഹമൊക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്. പക്ഷേ അവരെ തൊട്ടാൽ, ആ തൊട്ടവനെ തൊട്ടാൽ ഓലൊക്കെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടും, അള്ളാന്റെ അടുത്ത് ശിക്ഷിക്കപ്പെടൂല, അവരുടെ അമലുകളൊക്കെ വേറെ തന്നെയാണ് എന്ന് വിചാരിക്കരുത്. കാരണം എന്താണ്? സ്വന്തം മോളെ കാര്യത്തിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എനിക്ക് എന്റെ അമലാണ് എനിക്ക് ഉണ്ടാവുള്ളൂ എന്നാണ്. അപ്പോൾ ഓരോരുത്തരും പണിയെടുക്കുകയാണ് വേണ്ടത്. അപ്പൊ ഇവിടെ ആ സമൂഹം ചെയ്തതുപോലെ തന്നെ അവരുടെ വിചാരം പോലെ തന്നെ ഉള്ള വിചാരമായി കഴിഞ്ഞാൽ അപകടമാണ്. فكيف إذا جمعناهم ليوم لا ريب فيه ووفيت كل نفس ما كسبت وهم لا يظلمون. എങ്ങനെ ഉണ്ടാവും?
നാം യാതൊരു തർക്കവുമില്ലാത്ത, ഒരു സംശയവുമില്ലാത്ത ഒരു ദിവസം, ആ ദിവസം ഖിയാമത്താണ്. അന്ന് നാം അവരെ ഒരുമിച്ച് കൂട്ടിയാൽ എങ്ങനെ ഉണ്ടാവും എന്ന് ആലോചിച്ച് നോക്ക്. എല്ലാവരെയും ഖിയാമത്ത് നാളിൽ ഒരുമിച്ച് കൂട്ടിയാൽ എങ്ങനെ ഉണ്ടാവും എന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഒരു സംശയമില്ലാത്ത ഒരു ദിവസം. എന്താണോ താൻ പ്രവർത്തിച്ചത്, ആ പ്രവർത്തിച്ച കാര്യത്തിൽ ഒരാളും അനീതിക്കിരയാവുകയില്ല. നല്ലത് ചെയ്ത ആൾക്കാർക്ക് അതിൻ്റെ പ്രതിഫലവും കിട്ടാണ്ടായി പോവില്ല, ചീത്ത ചെയ്ത ആളുകൾക്ക് ശിക്ഷയും കിട്ടാതാവുകയില്ല. ദുനിയാവ് അങ്ങനല്ല. നല്ലത് ചെയ്ത എല്ലാവർക്കും അഭിനന്ദനങ്ങളും പാരിതോഷികങ്ങളും ഇവിടെ കിട്ടൂല. കിട്ടോ? ചിലപ്പോൾ അധ്വാനിച്ച് 99% ചെയ്ത ഒരാള് അവിടെ ഉണ്ടാവും. അവസാനത്തെ 1% ചെയ്ത ആൾക്ക് കാണാൻ പൊന്നാടയും ഷീൽഡും സംഭവമൊക്കെ കൊടുത്ത് അയാൾ ആദരിച്ച് ബഹുമാനിച്ച്. അപ്പം ഈ 99% ചെയ്തവന് എന്തോ കിട്ടുമോ? ഒന്നും കിട്ടൂല. ഗവൺമെന്റ് മാറി വരുമ്പോൾ എല്ലാം അങ്ങനെയാണ്. പിന്നെ അപ്പൊ ഈ ചെയ്തവന് ഒന്നും നഷ്ടപ്പെടാതെ കിട്ടണം അല്ലേ? ഒന്നും നഷ്ടപ്പെടാതെ കിട്ടണം. അങ്ങനെ കിട്ടണമെങ്കിൽ അത് പരലോകത്താണ്. ചില മക്കൾ മാതാപിതാക്കളെ നോക്കൂ, അവരത്രയും നോക്കിയിട്ടുണ്ടാവും. പക്ഷേ അവസാന കാലത്ത് ചിലപ്പോൾ ഓൽക്ക് വേണ്ടത്ര കഴിയൂല, ഓലും ക്ഷീണിച്ചിട്ടുണ്ടാവും. അപ്പം വേറെ മക്കളായിരിക്കും പിന്നെ നോക്കുക. ആൾക്കാരുടെ ഇടയിൽ മൊത്തം ആ രണ്ടാമത് നോക്കിയ ആളേ ഉള്ളൂ, ആദ്യം നോക്കിയ ആള് ചിത്രത്തിലില്ല. ചില കമ്മിറ്റി നന്നായി അധ്വാനിച്ചിട്ടുണ്ടാവും. ആ കമ്മിറ്റിക്ക് പക്ഷെ പേരും വരുമ്പോൾ എടുക്കാൻ കഴിയില്ല, കമ്മിറ്റി മാറും. അപ്പൊ അടുത്ത വരുന്ന കമ്മിറ്റിക്ക് ഇതെല്ലാം കിട്ടും. ഇതൊക്കെ ദുനിയാവിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന സാധനമാണ്. ചില സംഗതികൾ, ചില കച്ചവട സ്ഥാപനങ്ങൾ ചിലര് അത്യധ്വാനം ചെയ്തിട്ടുണ്ടാവും, പക്ഷെ അതൊന്നൊരു ആർക്കും കാണാനും എടുക്കാനും ഉണ്ടാവില്ല. പക്ഷേ അത് കൈമാറ്റം ചെയ്യപ്പെട്ട് വേറെ ഒരാൾ വരുന്നതോട് കൂടിയിട്ട് ഭയങ്കര പുരോഗതി. സംഗതി മറ്റൊരെടുത്ത പണിന്റെ ഫലമാണിത്. ഈ പുതിയ വന്ന ആളെ കൊണ്ടല്ല ഈ ഫലം ഉണ്ടായത്, പണ്ടത്തെ ആള് ചെയ്തതാണ്, അതിന്റെ ഫലമാണ്. പക്ഷേ പേരായിരിക്കും കിട്ടുക പുതിയ വന്ന ആൾക്കാർക്ക്. ഇത് ദുനിയാവിന്റെ ഒരു സ്ഥിരം പരിപാടിയാണ്. പരലോകത്ത് അങ്ങനല്ല. ആർക്കാണോ ചെയ്തതിനനുസരിച്ചാണ് കിട്ടുക. നല്ലതാണെങ്കിൽ നല്ലതും കിട്ടുക അങ്ങനെയാണ്, ചീത്തയാണെങ്കിൽ ചീത്തയും കിട്ടുക അങ്ങനെയാണ്. ദുനിയാവും പരലോകവും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഈ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഖുർആനിൽ ഈ പറയപ്പെട്ട കാര്യങ്ങൾ നമുക്കൊരു ഒരു പിന്നെ വേറെ നിലക്ക് നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം. നിങ്ങളുടെ കയ്യിൽ ഖുർആൻ ആപ്പ് ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. ഖുർആൻ ആപ്പ് ഇപ്പം എല്ലാം ആപ്പിലാണല്ലോ അല്ലേ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഖുർആനും പഠിക്കാൻ നല്ല സുഖമാണ്. നമ്മുടെ കയ്യിൽ ആപ്പ് ഉണ്ടെങ്കിൽ, ഖുർആൻ്റെ ആപ്പുകളൊക്കെ പലതുണ്ട് പ്ലേ സ്റ്റോറിൽ നിന്നും കിട്ടുന്നത്. അതൊക്കെ നമ്മൾ എടുത്ത് ഉപയോഗപ്പെടുത്തണം. നമുക്ക് വേണ്ടിയിട്ടാണ് ഈ സാങ്കേതിക വിദ്യകളൊക്കെ ഉള്ളത്. അപ്പോൾ 2-ാം അധ്യായം എന്ന് പറഞ്ഞാൽ അൽ ബഖറ 85-ാമത്തെ ആയത്തെടുക്കി. 2-ാം അധ്യായം 85-ാമത്തെ ആയത്ത്. ഇതിന്റെ വേറെ നിലക്കൊരു പഠനം നടത്തി വെക്കും. നിങ്ങൾ പഠിക്കണതിൻ്റെ ഒരു സ്റ്റൈലും പഠിക്കാതെ. ആ ആയത്ത് അല്പം ദീർഘമായ ആയത്താണ്. അതിൽ അള്ളാഹു ചോദിക്കുന്നുണ്ട്, അഫതുഅ്മിനൂന ബിബഅദിൽ കിതാബി വതക്ഫുറൂന ബിബഅദ്. നിങ്ങൾ കിതാബിൽ നിന്ന് ചിലതെടുക്കുകയും ചിലത് നിഷേധിക്കുകയുമാണോ? അൽ ബഖറ നമ്മൾ പഠിച്ചതാണിത്. 85. അഫതുഅ്മിനൂന ബിബഅദിൽ കിതാബ് വതക്ഫുറൂന ബിബഅദ്. നിങ്ങൾ കിതാബിൽ നിന്ന് ചിലത് വിശ്വസിക്കുകയും ചിലത് തള്ളിക്കളയുകയുമാണോ? ഇത് പണ്ട് അവര് ചെയ്ത പണിയാണ്. അവര് ഈ പറഞ്ഞ വ്യഭിചാര കേസിൽ ഓലെ വിളിച്ചപ്പോ ഓല അത് വിരൽ വെച്ച് മറച്ചാളിഞ്ഞില്ലേ, അവർക്കെതിരായപ്പോ അത് വേണ്ടാന്ന് വെച്ചു. അതേ സമയത്തോ അവര് കിതാബിന്റെ ആൾക്കാരാണ്, ഷാറാണ്. അതന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞതേ.
അതെന്നെ പറഞ്ഞതേ. അങ്ങനെ താഴോട്ട് നോക്കിയാൽ മതി. ആദ്യം കണ്ടിട്ട് വേണ്ടാന്ന് വെക്കരുത്. അതാണ്. ഒരു തല കണ്ടിട്ട് വേണ്ടാന്ന് വെച്ചാൽ ചിലപ്പോൾ കാര്യപ്പെട്ട് നഷ്ടപ്പെട്ടു പോകും. അപ്പോ മുന്നോട്ട് പോകണം. ഇപ്പൊ നമ്മള് കിതാബുകളില് നമ്മളുടെ പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മൾ എടുത്തു നോക്കിയാല്, ഇതിപ്പോ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. ജൂതന്മാരെ കേസല്ലല്ലോ ഇപ്പൊ നമുക്ക് പ്രശ്നം. അപ്പോ ഖുർആൻ എടുത്തു നോക്കിയാൽ അതിൽ നിസ്കാരവും നോമ്പും ആരാധനാ കർമ്മങ്ങളൊക്കെ ഉണ്ടല്ലോ. ഈ സക്കാത്ത്, ഹജ്ജ്, ഇതെല്ലാം എടുത്ത് നമ്മളിങ്ങനെ വെക്കുക. അതിന്റെ കായത്തുകൾ ഇങ്ങനെ എടുത്തു വെക്കാൻ വിചാരിക്കും. വളരെ സുഖാട്ടോ. ഇപ്പോ ചാറ്റ് GPT-നോട് ചോദിച്ചാൽ മതി, നിസ്കാരവുമായി ബന്ധപ്പെട്ട ആയത്തുകൾ തരും പറഞ്ഞാൽ മൊത്തം തരും. പിന്നെ നമ്മളൊന്ന് പരിശോധിക്കണമെന്നേ ഉള്ളൂ. ചിലത് തെറ്റും തരും. തെറ്റ് നമ്മൾ തിരുത്തി കൊടുത്താൽ നമുക്ക് നന്ദിയും പറയും. താങ്കൾ തിരുത്തിയതിന് വളരെ നന്ദി എന്നൊക്കെ പറയും. സൂക്ഷിക്കണം എന്നേ ഉള്ളൂ. പക്ഷെ അതേ സമയത്ത് എളുപ്പമുണ്ട് പഠിക്കാൻ. അപ്പോ നിസ്കാരത്തിനെ പറ്റിയുള്ളത്, നോമ്പിനെ പറ്റിയുള്ളത്, ഹജ്ജിനെ പറ്റിയുള്ളത്, ഇങ്ങനത്തെ നമ്മൾ ആരാധനാ കർമ്മങ്ങളെ പറ്റിയുള്ളത് മാറ്റി വെച്ചാൽ പിന്നെ ഖുർആനിൽ എന്താ ഉള്ളത്? പിന്നാണ് ഖുർആനിലുള്ളത് എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങൾ കുറച്ചേ ഉള്ളൂ, ഒരുപാടില്ല, കുറച്ചേ ഉള്ളൂ. ബാക്കിയുള്ളത് മുഴുവനും നമ്മുടെ പെരുമാറ്റത്തെ കുറിച്ചാണ്. നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണം, ഒരു സിവിലൈസ്ഡ് ബിഹേവിയർ ആകണം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത്. അതിനാവശ്യമായ നിയമങ്ങളാണ് ഖുർആനിൽ ധാരാളം കണക്കായിട്ടുള്ളത്. ഇപ്പോ ജൂതന്മാർ നടക്കട്ടെ, നമ്മൾ എങ്ങനെയാണ് ഈ ഖുർആനിൽ നിന്ന് സ്വീകരിക്കുന്നത്? നമ്മൾ എങ്ങനെയാണ് ഖുർആനിൽ നിന്ന് സ്വീകരിക്കുന്നത്? നമ്മൾ ഈ ഖുർആനിൽ നിന്ന് ഈ പെരുമാറ്റ മര്യാദകൾ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നുണ്ടോ? ഇപ്പൊ നമ്മൾ പള്ളിയിൽ ഇരിക്കുകയാണ്, പള്ളിയിൽ പോകുന്നത് നിസ്കരിക്കാനാണല്ലോ. അപ്പൊ കൂലി കിട്ടൂലേ? പള്ളിയിൽ പോയാല് കൂലിയൊക്കെ കിട്ടും. അങ്ങനെ ഇരിക്കുമ്പോ ഒരാള് സ്വഫിലൂടെ ഇങ്ങനെ നടന്നു പോണ സമയത്ത് നമ്മളെ കൈയിന്റെ മുകളിൽ ചവിട്ടി വിചാരിക്കും. ബെരലുമേല് ഇങ്ങനെ ഉണ്ടാവും. ബെരൽ ഇങ്ങനെ വെച്ചിരിക്കുന്ന ആളെ മേല് ചവിട്ടി അങ്ങനെ ഉണ്ടാവും. ബെരലിന് ചവിട്ടിയാല് ഉടനെ നമ്മൾ അയാളെ ഇവിടെ എങ്ങനെ പ്രതികരിക്കുന്നു? വെറുതെ ആലോചിച്ച് നോക്കുക നിങ്ങള്. നമ്മൾ അള്ളാഹിനോട് കൂലിട്ടാൻ പോയതാണ്, നമുക്ക് നിസ്കാരമാണ് നടക്കേണ്ടത്, ഇഖാമത്ത് തുറക്കാൻ അയക്കുന്നത്. അപ്പോഴാണ് ഒരുത്തൻ ചവിട്ടണത്. നമ്മൾ എന്തെല്ലാം പറയൂല എന്ന് ആലോചിച്ചാൽ മതി. യഥാർത്ഥത്തിൽ ഇന്ന് പദ്രഹ്മാന്റെ വിരലിന് ചവിട്ടണമെന്ന് നെയ്യത്താക്കിയിട്ടല്ലല്ലോ പൊരയൊന്നും ചവിട്ടിയ ആള് വന്നത്. പദ്രഹ്മാൻക്കാ വിചാരിക്കേണ്ട, അതൊരു എക്സാമ്പിൾ പറഞ്ഞാണ്, പേര് വേറെ ഏതുവാകും. അപ്പൊ പിന്നെ നമ്മൾ എന്തുകൊണ്ട് അയാൾ എന്നെ ബോധപൂർവം ചവിട്ടിയതായിരിക്കുകയില്ലെന്നൊരു ആനുകൂല്യം കൊടുക്കാൻ പോലും തയ്യാറാകുന്നില്ല? നമ്മൾ ഉംറക്കൊക്കെ പോകുമ്പോൾ കാണും, പിന്നെ ജമാഅത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി ഹോട്ടലിലേക്ക് പാഞ്ഞു വരും. വന്നു നോക്കുമ്പോൾ 18 നില 20 നിലയിലൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവും. ഇതിനൊക്കെ കൂടി ഒരു 5-6 ലിഫ്റ്റ് ഉണ്ടാകുക. എല്ലാവരും കൂടി വന്നിട്ട് ലിഫ്റ്റിന് മുമ്പിൽ നിൽക്കും. ലിഫ്റ്റിലാകെ 11 ആൾക്ക് കയറാൻ പറ്റുന്ന, 20 കയറാൻ പറ്റുന്നതായിരിക്കും. ഇതിവിടെ തുറക്കുമ്പോഴേക്ക് എല്ലാവരും അങ്ങോട്ട് കയറും. ഈ സാധു ഈ നാടൻ്റെ മുകളിൽ തൂങ്ങിക്കണ സാധനമായി ലിഫ്റ്റ് അറിയും. അതിൽ കൊള്ളുന്ന ആൾക്ക് എണ്ണ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. അതന്നെ കണക്കിപ്പെടാത്ത തടിയുള്ളവരാണ്, അത്ര എണ്ണം അതിൻ്റെ അകത്ത് നിൽക്കാനും പറ്റൂല. അപ്പൊ അതിങ്ങനെ പീ പീ നല്ല നൊലോളിക്കും. നീ നൊലോളിക്കണ എന്തിനാന്ന് വെച്ചാൽ എത്രത്തോളം ആളെ എനിക്ക് സഹിക്കാൻ പറ്റൂല, നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഒന്ന് ഇറങ്ങിത്തരീന്നാണ് അതിന്റെ അർത്ഥം. പക്ഷെ അത് ആരും കേൾക്കൂല. ഞാൻ കേട്ടിട്ട് തന്നെയില്ല എന്നുള്ള നിലക്ക് ഇങ്ങനെ നോക്കും. എന്തിനാ എന്നിട്ട് ഈ ഇറങ്ങി എന്നാണ് ആരെങ്കിലും ഒരാൾ ഇറങ്ങിയാൽ അത് പോയി അടുത്ത ട്രിപ്പിൽ പോവാ. പക്ഷെ ഈ ഇറങ്ങി എന്നാണ് കത്തം. എന്തിനാ ഈ തർക്കമുണ്ടാക്കുന്നത്? എന്തിനാ ഈ തിരക്കുണ്ടാക്കുന്നത്? വേഗം ചോറും നിന്ന് തവാഫ് ചെയ്യാൻ പോണം. അതിനാണ് തവാഫ് ചെയ്യാൻ പോണം. എന്ത് തവാഫ് അത്? അപ്പൊ ഇവിടെ നമുക്ക് മറ്റുള്ളവർക്ക് നീ ഇഷ്ടപ്പെടുന്നത് നിന്റെ സഹോദരന് വേണ്ടിയും ഇഷ്ടപ്പെടുന്നത് വരെ ലാ യുക്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും മുക്മിനാവൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇവിടെ നമ്മൾ പാലിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ
നമ്മൾ ചെയ്ത തവാഫ് കൊണ്ട് എന്താ കാര്യം? അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ഖുർആനിൽ നിന്ന് എന്താണ് എടുക്കുന്നത്? ഖുർആനിൽ നിന്ന് നമ്മളെല്ലാം എടുക്കുന്നുണ്ടോ? ഇബാദുർ റഹ്മാനല്ലദീന യംശൂന അലൽ അർളി ഹൗന, ഇത് ഖുർആനല്ലേ? അഖീമുസ്സലാ എന്ന് പറഞ്ഞത് വളരെ കണിശമായി പാലിക്കുന്ന ഒരാൾ ഭൂമിയിൽ വിനയത്തോടെ നടക്കുന്നില്ലെങ്കിൽ അഫതുക്മിനൂന ബിബഅദിൽ കിതാബ് വതക്ഫുറൂന ബിബഅദ്. നിക്കാഹിന്റെ കുത്തുബ അറബിയിൽ തന്നെ വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും താബീങ്ങളും താബീങ്ങളും എല്ലാം അറബി അല്ലാത്ത ഭാഷയിൽ കുത്തുബ നടത്തിയിട്ടില്ല. അതുകൊണ്ട് അറബിയിൽ തന്നെ വേണം എന്ന് ഒരു ഭാഗം. നബിയും സഹാബത്തും താബീങ്ങളും താബീങ്ങളും ഒക്കെ സ്വന്തം ഭാഷയിലല്ലാതെ കുത്തുബ നടത്തിയിട്ടില്ല. അതുകൊണ്ട് നമ്മളെ ഭാഷയായ മലയാളത്തിൽ വേണം എന്ന് ഒരു വിഭാഗം. അപ്പോൾ ഇത് കേട്ടാൽ തോന്നുക നബിനോടും സഹാബത്തിനോടും താബീങ്ങളോടും ഒക്കെ ഉള്ള ഭയങ്കര സ്നേഹം കൊണ്ട് ഓല് ചെയ്ത പോലെ തന്നെ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണോ? ഈ നബിയും സഹാബത്തും താബീങ്ങളും താബീങ്ങളും ഏതെങ്കിലും ആൾക്കാർ ആണും പെണ്ണും എല്ലാം കൂടി കൂട്ടി കലർത്തി ഇടകലർന്നിട്ട് ഒരു കല്യാണം നടത്തിക്കണം? അതെന്താ ഈ അറബി മലയാളം വേണമെന്നുള്ളവർക്ക് കാണിക്കുന്ന ഈ ആവേശം? ഈ ഇടകലറിലുള്ള സുന്നത്ത് പാലിക്കാൻ നമുക്കില്ലാണ്ട് പോയത് അതെന്താണ്? ഈ അറബി മലയാളം വേണമെന്നുള്ളതിൻ്റെ അകത്തുള്ള നിർബന്ധ ബുദ്ധി, പെണ്ണ് കാണുന്ന ചടങ്ങ് നടത്തിയപ്പോൾ ഇല്ലാണ്ട് പോയത്. ഇനി ഇവിടെ അങ്ങോട്ട് അറബിയിൽ അങ്ങോട്ട് നടത്തി അഖീദ ശരിയായി, അല്ലെ മലയാളത്തിൽ നടത്തി തൗഹീദും ശരിയായി, എന്നിട്ട് പിന്നെ ഓര് തമ്മിൽ ജീവിക്കുമ്പോൾ മുത്തുനബിയും ഖദീജയും ജീവിച്ച പോലെ ജീവിക്കണം എന്നുള്ളൊരു വാശി എന്തല്ലാത്തത്? അതല്ലാത്തത് അതാ പറഞ്ഞത്, അവനാന് സൗകര്യം ഉള്ളത് എടുക്കുക. കാരണം ഇതിപ്പോൾ അറബിയിലായാലും മലയാളത്തിലായാലും അവനാൻ്റെ ജീവിതത്തിനെ പ്രത്യേകിച്ച് ബാധിക്കാനൊന്നും പോകണില്ല. മാത്രമല്ല ഒരു ആദർശ പരിവേഷമൊക്കെ കിട്ടുകയും ചെയ്യും. സത്യത്തിൽ ഈ കുത്തുബ നടത്തിയില്ലെങ്കിലും കല്യാണത്തിനൊരു കുഴപ്പമില്ല, അത് വേറെ കേസ്. കുത്തുബ നടത്താണ്ട് ഒരാൾ കല്യാണം നടത്തി നിൽക്കുക, എന്നാൽ നിക്കാഹിന് ഒരു തടസ്സവും ഒരു പ്രയാസവും ഇല്ല, നിക്കാഹ് ശരിയാവും. അപ്പോ നിക്കാഹ് ശരിയാവാൻ നിർബന്ധമായ അനിവാര്യമായ ഉപാധിയല്ലാത്ത ഖുതുബയുടെ ഭാഷയുടെ കാര്യത്തിലുള്ള തർക്കം നടത്തിയ ഒരാളെ കല്യാണം നടത്തുന്ന പലിശക്ക് വാങ്ങിട്ടേക്കും. അവിടെ വിളമ്പുന്ന ഭക്ഷണം വർത്താനമായില്ലേ, അതിൽ എല്ലാ ആർഭാടങ്ങളും അതിലുള്ള ഇടകലരലുകളും എന്തായി? ഇവരുടെ ഹിജാബും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, എല്ലാം ഇവരെ. ഇപ്പൊ അത് കുറച്ച് കൂടിയില്ലേ? അപ്പോ ഇതാ പറഞ്ഞത്, നിങ്ങൾ കുറച്ചെടുക്കുന്നു, കുറച്ച്. ആര്? ജൂതന്മാര്. നമ്മളത് പറയണ്ട, അതാണല്ലോ നമുക്കൊരു സൗകര്യം. നമ്മൾ ഓരോ ആയത്തും ഇത് ജൂതന്മാർക്ക് ഇറങ്ങിയാണ്, മറ്റേ ക്രിസ്ത്യാനികൾക്ക് ഇറങ്ങിയാണ്, മറ്റേത് മുശ്രിക്കുകൾക്ക് ഇറങ്ങിയാണെന്ന് വിചാരിച്ചാൽ മതി, അതാ സൗകര്യം. എന്നിട്ട് നമ്മളിപ്പോൾ കാത്തിക്കാണ് യാ അഹ്ലൽ കക്കോടി എന്നൊരു ആയത്ത് തുറന്നു. കക്കോടിക്കാരെ അന്നേരം കേൾക്കാന്ന് വിചാരിച്ചിരിക്കുകയാണ് നമ്മൾ. അന്നേരം ഇതൊക്കെ ഒന്ന് ശരിയാക്കാം അല്ലേ? നമ്മളെന്താണ് ഇബ്രാഹിമിന്റെ സ്വഭാവം കാണിക്കാത്തത്? ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ സ്വഭാവം കാണിക്കാത്തത്? നമ്മുടെ നമ്രൂദ് ഇല്ലല്ലോ. നമ്രൂദ് ഇങ്ങോട്ട് വന്നാ നമ്മൾ ഇബ്രാഹിമിന്റെ സ്വഭാവം കാണും. ഫിറഔൻ ഇങ്ങോട്ട് ഇറങ്ങിയാൽ നമ്മൾ അപ്പം മൂസാ നബി ആവും അല്ലെ? അബൂജാഹിൽ വന്നാൽ നമ്മൾ ബദരീങ്ങളാവും. അബൂജാഹിൽ ഇനി വരൂല, ഫിറഔനും വരൂല. അബൂജഹലിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഈ കാലഘട്ടത്തിലെ ഫിറഔനാണ് എന്നാണ്. അപ്പൊ നിങ്ങൾ നോക്കണം, എല്ലാ കാലഘട്ടത്തിലും ഫിറഔനുണ്ട്. അപ്പൊ ഈ കാലഘട്ടത്തിലെ ഫിറഔൻ ഇപ്പൊ തന്നെ ഉണ്ട്. നിങ്ങൾ മൂസാ നബി ആവുമോ? അല്ലാമ ഇഖ്ബാൽ ചോദിച്ചിട്ടുണ്ട്. ഫിറഔൻ ഇവിടെ റെഡിയിലുണ്ട്, മൂസ ആവാൻ ആരാണുള്ളത്? നമ്രൂദ് ഓക്കെയാണ്, ഇബ്രാഹിം ആവാൻ ആരാണുള്ളത്? അപ്പൊ നമ്മൾ വിചാരിക്കരുത് ഇനി ഒരു ബദർ ഉണ്ടായിട്ട് ബദരീങ്ങളാവാം. മുഹമ്മദ് നബി ഇങ്ങോട്ട് വന്നാ ഞങ്ങളങ്ങ് ഇനി മുഹമ്മദ് നബി വരുമൊന്നുമില്ല. അപ്പൊ നമ്മളെ കാലത്തുള്ള ഫിറഔനും നമ്രൂദും ഉത്തുബത്തും ഷൈബത്തും അബൂജഹലൊക്കെ ഇപ്പൊ നിലവിലുണ്ട്. അമ്മാറും യാസിറും സുമയ്യയും ഒക്കെ ആവാൻ നമുക്ക് കഴിയോ? അതാണ് ചോദ്യം. അതുണ്ടെങ്കിൽ ഇതും ഉണ്ടാവുമല്ലോ.
അപ്പോൾ ജൂതന്മാർക്കുള്ളതാണ്, ക്രിസ്ത്യാനികൾക്കുള്ളതാണ്, മുശ്രിക്കുകൾക്കുള്ളതാണ്, മദീനക്കാർക്കുള്ളതാണ്, മക്കക്കാർക്കുള്ളതാണ്. നമ്മക്ക് എന്താ ഉള്ളത്? ഓൽക്കൊക്കെ കിട്ടിയത് നമ്മളിങ്ങനെ ഓതാനാണ് എന്ന് വിചാരിക്കരുത്. അപ്പൊ കിതാബിനോടുള്ള സമീപനത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇനി 59-ാമത്തെ സൂറത്ത്, 59-ാമത്തെ സൂറത്ത് ഏതാണത്? സൂറത്തുൽ ഹശ്ർ, അൽ ഹശ്ർ. അതിൽ 7-ാമത്തെ ആയത്ത്. അതിൽ അല്ലാഹു പറയാണ്, വമാ ആതാകുമുർ റസൂലു ഫഖ്ദൂ വമാ നഹാകും അൻഹു ഫൻതഹൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് എന്താണോ തന്നത് അത് നിങ്ങൾ സ്വീകരിക്കുക. റസൂലുള്ള എന്താണോ വിലക്കിയത് അതിൽ നിന്ന് നിങ്ങൾ വിട്ടകലുകയും ചെയ്യുക. വത്തഖുല്ലാഹ ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്. നിങ്ങൾ അല്ലാഹുവിനോട് തഖ്വ കാണിക്കുക, നിശ്ചയമായും അല്ലാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. അപ്പൊ ഒരു കാര്യം നമ്മൾ സ്വീകരിക്കണമെങ്കിൽ ആ കാര്യം എന്താണ് എന്നാണ് നമുക്ക് മനസ്സിലാകേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് തന്നതാണോ അല്ലേ എന്നുള്ളത് മാത്രമാണ് മനസ്സിലാവേണ്ടത്. നമുക്ക് എത്രയും ചോദിക്കാം, ഈ ഹദീസ് ഹാൻഡ് മെയ്ഡ് ആണോ, ആരെങ്കിലും കൈകൊണ്ട് ഉണ്ടാക്കിയാണോ, അല്ല ഇത് സ്വഹീഹാണോ, ഇത് ഉള്ളതാണോ? ആണ്. ഉള്ളതാണെങ്കിൽ പിന്നെ അതിന്റെ മുകളിൽ എന്ത് ചെയ്യാൻ പാടില്ല, പിന്നെ വേറെ ന്യായം പറയാനും ഗവേഷണം നടത്താനും ഈ കാലത്ത് ഇപ്പോൾ അത് പറ്റുമോ? ഇന്നത്തെ പശ്ചാത്തലത്തിൽ അത് നടക്കുമോ? അത് ഇതുപോലെയുള്ള ഒരു എന്നൊന്നും പറയരുത്. ഇതൊന്നും തിരിയാത്ത ആളാണോ അള്ളാഹു താല ആയത്തിറക്കുമ്പോൾ ഇങ്ങനെ 2025 വരാനുണ്ടെന്നും ഇങ്ങനെയൊക്കെ സംഭവിക്കും, നെതന്യാഹു ഉണ്ടാവും എന്നൊന്നും അറിഞ്ഞുവിടാണ്ട് ഇങ്ങനെ പറഞ്ഞു പോയതാണോ? നഅൂദുബില്ലാ. ആണോ? അല്ല. ഇതൊക്കെ അള്ളാഹ്ക്ക് അറിയാലോ. അതൊക്കെ അറിഞ്ഞും കൊണ്ടാണ് നിങ്ങൾക്കുള്ള നിയമനിർദ്ദേശമായിട്ട് അള്ളാഹു ഈ ഖുർആൻ ഇറക്കിയതെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ കാലത്തെ നബിയായിട്ടല്ല, അന്ത്യ നബിയായിട്ട്, കാരണം ഇനി വേറെ നബി വരാനില്ല, അതുകൊണ്ട് ശരീഅത്തും വേറെ വരാനില്ല, എല്ലാ കാലത്തേക്കുമുള്ള ശരീഅത്തായിട്ട് ഇത് തന്നത് അള്ളാഹുവിനെ ഇതറിയായിട്ടല്ല. അതുകൊണ്ട് നിങ്ങൾ റസൂലുള്ള തന്നത് എന്താണോ അത് സ്വീകരിക്കണം. എന്താണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിരോധിച്ചത് അതിൽ നിന്ന് വിട്ടു നിൽക്കുകയും വേണം. ഈ സൂറത്തിൽ തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരായത്ത് 110-ാമത്തെ ആയത്തില് അള്ളാഹു പറയാണ്, കുൻതും ഖൈറ ഉമ്മ. ആലുംറാൻ, കുൻതും ഖൈറ ഉമ്മ, നിങ്ങൾ ഉത്തമമായ സമൂഹമാണ്. അത് ശരി, നമ്മളെ പറ്റിയിട്ട് അള്ളാഹ് നിങ്ങൾ ഉത്തമമായ സമൂഹമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതന്നെ ജൂതന്മാരും പറഞ്ഞത്, ഞങ്ങളാണ് ഏറ്റവും ശ്രേഷ്ഠരായ ആൾക്കാര്. സയനിസ്റ്റുകൾ പറയുന്നതാണ്, ഞങ്ങളുടെ വാഗ്ദത്ത ഭൂമിയാണിത്, ഇവിടെ നിന്ന് എല്ലാവരും പോയിക്കോളണം. ഇപ്പൊ എല്ലാവരും കണക്ക് തന്നെയല്ലേ, ഓല നല്ലതെന്ന് ഓലും അറിയണേ, നമ്മളാ നല്ലതെന്ന് നമ്മളും അറിയണം. അങ്ങനല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇത് പറയണ്ടല്ലോ. പിന്നെ എന്താണ് സംഭവം? കുൻതും ഖൈറ ഉമ്മ, നിങ്ങൾ ഉത്തമ സമൂഹമാണ്. എപ്പോൾ? നിങ്ങൾ ഉത്തമ സമൂഹമാകുന്നത് എപ്പോൾ? ഞങ്ങൾ അള്ളാന്റെ മക്കളാണ്, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടവരാണ് എന്ന് അവർ പറഞ്ഞത് ആ സമുദായത്തിൽ ജനിച്ചപ്പോഴാണ്. എന്നാൽ നിങ്ങൾ ഉത്തമ സമൂഹമാകുന്നത് ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ്. നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കപ്പെടുന്നവരാകുമ്പോൾ, നന്മ കൽപ്പിക്കുമ്പോൾ, തിന്മ വിരോധിക്കുമ്പോൾ, അള്ളാഹുൽ വിശ്വസിക്കുമ്പോൾ, കുൻതും ഖൈറ ഉമ്മ, നിങ്ങൾ ഉത്തമ സമൂഹമാണ്. നിങ്ങൾ നന്മ കൽപ്പിക്കാനുമില്ല, തിന്മ വിരോധിക്കാനുമില്ല, ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കാനും നിങ്ങളില്ലെങ്കിൽ ഞങ്ങൾ ഈ സമുദായമാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അങ്ങനെയാണ് നിങ്ങളുടെ അവകാശവാദമെങ്കിൽ ആ അവകാശവാദം ജൂതന്മാരുടെ അവകാശവാദത്തിനെ പോലെ തന്നെയാണ് എന്നർത്ഥം.
അതുകൊണ്ട് 24-ാമത്തെ 23 24-ാമത്തൊക്കെ ആയത്തുകൾ നമ്മുടെ ജീവിതവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഇനി 25-ാമത്തെ അധ്യായം അൽ ഫുർഖാൻ, 25-ാമത്തെ അധ്യായം എടുക്കുക. അൽ ഫുർഖാൻ എടുത്തോ? അതിൽ 30-ാമത്തെ ആയത്ത് 30 എന്താ പറയണത്? ജൂതന്മാരായ ആളുകൾ അവരുടെ കിതാബിനെ തള്ളിയതിനെ കുറിച്ചാണല്ലോ നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വഖാല റസൂൽ യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. ഈ ഖുർആൻ, ആ ഖുർആനിനെ നിരാകരിച്ച ഒരു ഖൗമിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരലോകത്ത് വെച്ച് പറയുന്നു. നമുക്ക് മനസ്സിലായോ? ഇത് ജൂതന്മാർക്ക് മാത്രമുള്ളതല്ല, ജൂതന്മാരായ ആളുകൾ തള്ളിക്കളയുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷേ ഈ സൂറത്തിൽ അല്ലാഹു പറയുന്നു, റസൂൽ എന്ത് ചെയ്യും? പരലോകത്ത് വെച്ചിട്ട് പറയും, പടച്ചോനെ ഈ ഖൗമ്, എന്റെ ഖൗമ് കേട്ടോ, ഇന്ന ഖൗമി, എന്റെ ഖൗമ് തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ, ഈ ഖുർആനിനെ എന്താക്കി കളഞ്ഞു? തള്ളിക്കളഞ്ഞു. അപ്പൊ ജൂതന്മാരായ ആളുകൾ അവർക്ക് സൗകര്യമുള്ളത് ഖുർആനിൽ നിന്ന് എടുത്തിട്ടുണ്ട്, നമുക്ക് സൗകര്യമുള്ളത് ഖുർആനിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നമ്മളെ മേല് ചേറാവോ ചളിയാവോ നമുക്ക് പ്രയാസാവോ എന്ന് വിചാരിക്കുന്ന ഒരു സാധനം നമ്മൾ ഖുർആനിൽ എടുത്തിട്ടുമില്ല. അപ്പൊ പരിശുദ്ധ ഖുർആനിനെ തള്ളിക്കളഞ്ഞ ഒരു കൂട്ടരായി മാറാതിരിക്കാനാണ് ഈ ആയത്ത് നമ്മളോട് പറയുന്നത്. മനസ്സിലായോ? ഇനി നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആൽ ഇംറാൻ അല്ലേ? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇബ്രാഹിം അലൈഹിസ്സലാം യഹൂദിയായിരുന്നു എന്നാണ് അവരുടെ അവകാശവാദം. പക്ഷെ അള്ളാഹു ചോദിക്കുകയാണ്, യാ അഹ്ലൽ കിതാബ്, അല്ലയോ വേദം കിട്ടിയവരെ, ലിമ തുഹാജ്ജൂന ഫീ ഇബ്രാഹിം വമാ ഉൻസിലത്തി തൗറാത്ത്, 65 ഞാൻ ഓതുന്നത്, വൽ ഇൻജീൽ ഇല്ലാ മിൻ ബഅദിഹി അഫലാ തഖിലൂൻ. വേദക്കാരെ, ഇബ്രാഹിമിന്റെ കാര്യത്തിൽ നിങ്ങൾ എന്തിനാണ് തർക്കിക്കുന്നത്? തൗറാത്തും ഇഞ്ചീലും ഒക്കെ അവതരിച്ചത് അദ്ദേഹത്തിന് ശേഷമാണല്ലോ, എന്തിനാണ് നിങ്ങൾ ഒട്ടും ആലോചിക്കാതിരിക്കുന്നത് എന്നുള്ള ചോദിക്കുക. അപ്പൊ ഇബ്രാഹിം അലൈഹിസ്സലാം എന്ന് പറയുന്നത് യഹൂദിയാണ് എന്ന് ഇവർ പറയുമ്പോൾ യഥാർത്ഥത്തിൽ തൗറാത്ത് അനുസരിച്ച് ജീവിച്ച ആളാണെന്ന് ഇവർ പറഞ്ഞാൽ, ഈ തൗറാത്ത് തന്നെ എപ്പോഴാണ് ഇറങ്ങിയത്? ഇബ്രാഹിം നബിക്ക് മുമ്പാണോ? ഇബ്രാഹിം നബി ഉള്ളപ്പോഴാണോ? ഇബ്രാഹിം നബിക്കൊക്കെ ശേഷമല്ലേ? പിന്നെ എന്തിനാ നിങ്ങളിങ്ങനെ തർക്കിക്കുന്നത്? അപ്പൊ മദീനയിൽ വെച്ച് പരിശുദ്ധ ഖുർആൻ അഹ്ലു കിതാബുമായിട്ട് നടത്തുന്ന ഈ വ്യവഹാരങ്ങൾ പാരമ്പര്യമായി ഉണ്ടാകുന്ന ശുദ്ധിവാദത്തെ, സാമുദായികമായ വിശുദ്ധിവാദത്തെ നിരാകരിക്കുന്നു. മോളെ ഫാത്തിമ, എൻ്റെ അടുത്ത് നിന്ന് എന്താ വേണം നീ ചോദിച്ചോ, ലാ ഉഗ്നി അൻകി മിനല്ലാഹി ഷൈഅ, അള്ളാഹിൻ്റെ അടുത്ത് നിന്നൊന്നും വാങ്ങിത്തരാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞതാണല്ലോ ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പിന്നെ ഞങ്ങൾ ഇതിൽപ്പെട്ടവരാണ്, ഞങ്ങൾ ഇതിൻ്റെ ആൾക്കാരാണ്, ഞങ്ങൾ ഈ ഉമ്മത്താണ്, ഞങ്ങൾ ഈ സമുദായമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെടില്ല കേട്ടോ. നിങ്ങളുടെ അമലുകൾ നന്നാവണം, നിങ്ങളുടെ ഈമാൻ ശരിയാവണം, അതനുസരിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കണം. അപ്പോൾ ഒരു മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായ എല്ലാം ഖുർആനിലുണ്ട്. ആ ഖുർആനിലുള്ള ജീവിത വ്യവസ്ഥയെ, ജീവിത പദ്ധതിയെ സ്വീകരിക്കാൻ മെനക്കെടുമ്പോഴാണ് നിങ്ങൾ ഖൈർ ഉമ്മത്താവുകയുള്ളൂ. നിങ്ങൾക്ക് ബോധിച്ചതും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതും, നമ്മളെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ മേല് ചേറാവാത്ത
അല്ലേ? മേല് ചളിയാവാത്ത സാധനം മാത്രം എടുത്താൽ അം ഹസിബ്തും അൻ തദ്ഖുലൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിൽ അങ്ങ് കയറിക്കളയാന്ന് വിചാരിക്കുകയാണോ എന്ന് ഖുർആൻ ചോദിച്ചത് ആണ് എത്തിക്കുന്നത്. അപ്പൊ ഖുർആൻ പഠിക്കുന്നവരാണ് നിങ്ങൾ എല്ലാവരും. ഖുർആൻ പഠിക്കുന്നവരെ എന്ന് വിളിച്ചിട്ട് ഞാൻ പറയാണ്, ഈ ഖുർആനിനെ നമ്മൾ വേദക്കാർ വേദത്തെ ഉൾക്കൊണ്ടതുപോലെ അല്ല സ്വീകരിക്കേണ്ടത്. അഹ്ലുൽ കിതാബ് തൗറാത്തിനെയും ഇഞ്ചീലിനെയും സ്വീകരിച്ചതുപോലെ അല്ല നമ്മൾ ഖുർആനിനെ സ്വീകരിക്കേണ്ടത്. നമ്മൾ ഖുർആനിനെ സ്വീകരിക്കുന്നത് എങ്ങനെയായിരിക്കണമെന്നും ഖുർആൻ തന്നെ പറഞ്ഞു തരികയാണ്. മുൻകാലത്ത് കഴിഞ്ഞുപോയ ഒരു ഖൗമ് അവരുടെ വേദത്തോട് കാണിച്ച പ്രവർത്തനങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അങ്ങനെ നമ്മൾ ആകരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ സമീപനം വളരെ പ്രധാനമാണ്. ഖുർആനിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് രക്ഷപ്പെടില്ല. കാരണം തൗറാത്തിൽ വിശ്വസിച്ചുകൊണ്ട് പോലും രക്ഷപ്പെട്ടില്ല. തൗറാത്തിൽ കൈകടത്തലുകളൊന്നും നടത്താതെ സൂക്ഷിച്ചാൽ അതും ഖുർആനും തമ്മിൽ വമ്പിച്ച സാമ്യവും സാദൃശ്യവും മാത്രമല്ല, ഒന്നിന്റെ തുടർച്ചയാണ് മറ്റേന്ന് മനസ്സിലാവും, ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഒന്ന് 1-ാം ക്ലാസ്സിലെ പാടാണ്, അടുത്തത് 2-ാം ക്ലാസ്സിലെ പാടാണ്, അടുത്തത് 3-ാം ക്ലാസ്സിലെ പാടാണ്. ഒന്നിന്റെ തുടർച്ചയാണ് മറ്റേത് എന്ന് മനസ്സിലാവുമായിരുന്നു. പക്ഷെ എന്തേ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ അവര് പലതും കൈകടത്തി. ഇപ്പോഴും കൈകടത്താതെ ബാക്കി വെച്ച ഈ നസീബ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, കുറച്ച് ആ പാഠഭാഗങ്ങളുണ്ടല്ലോ, ആ പാഠഭാഗങ്ങളും ഖുർആനും തമ്മിൽ വമ്പിച്ച സാദൃശ്യമാണ്, ഭയങ്കര സാദൃശ്യമാണ്. അതുകൊണ്ടാണ് പല സംഗതികളും അതിലും ഇതിലൊക്കെ ഒരുപോലെ ഉണ്ടാകുന്നത്. മൂസാ നബി കിതാബ് വാങ്ങാൻ പോയ സംഭവം ഖുർആനിലുണ്ട്, ബൈബിളിലുണ്ട്. കാളക്കുട്ടിനുണ്ടാക്കിയ സംഭവം ഖുർആനിലുണ്ട്, ബൈബിളിലുണ്ട്. പക്ഷേ കാളക്കുട്ടിന് സാമിരി ഉണ്ടാക്കി അത് തടയാൻ ഹാറൂൺ അലൈഹിസ്സലാം ശ്രമിച്ചു. അവർ ഹാറൂൺ അലൈഹിസ്സലാമിനെ കൊല്ലാൻ ഓങ്ങി എന്നാണ് ഖുർആനിലുള്ളത്. ജനങ്ങളിൽ നിന്ന് ആഭരണം വാങ്ങിയിട്ട് ഹാറൂൺ സ്വർണ്ണ കാളക്കുട്ടിനെ ഉണ്ടാക്കി എന്നാണ് ബൈബിളിലുള്ളത്. ഇതാ വ്യത്യാസം. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ അമ്പിയാക്കൾക്കെതിരെ എന്തെങ്കിലും പറയുന്നതിന് അവർക്ക് യാതൊരു മടിയുമില്ല, അവർ കുറ്റവാളിയാക്കിയിട്ടുണ്ട്. മൂസ അലൈഹി സ്വലാമിന് ദേഷ്യം പിടിച്ചു എന്ന് ഖുർആനിലുണ്ട്, ബൈബിളിലുണ്ട്. വന്നിട്ട് ഇത് കണ്ടപ്പോഴേ നിങ്ങൾ ആലോചിച്ചപ്പോ ഒരു കഷ്ടപ്പെട്ട് ഒരു കൗമിനെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നിട്ട് കിതാബ് വാങ്ങി വന്നപ്പോഴത്തെ ഇവരെ കഥ എങ്ങനെയാണ്. അപ്പൊ ഈ കഥ എങ്ങനെ ആയിപ്പോയത് കണ്ടിട്ട് മൂസാ നബിക്ക് എന്തായി, ദേഷ്യം പിടിച്ചു. ഇത് ഖുർആനിലുണ്ട്, ബൈബിളിലുണ്ട്. എന്നാൽ കിട്ടി തൗറാത്ത് എറിഞ്ഞ് പൊട്ടിച്ച് എന്ന് ബൈബിളിലുണ്ട്, ഖുർആനിലതില്ല. അപ്പോ എന്താണോ ഉള്ളത് അത് അങ്ങനെ തന്നെ നിലനിർത്തുകയാണെങ്കിൽ അതും ഇതും തമ്മിൽ ഒരേപോലെ ഉണ്ടാവും. പക്ഷെ അതിലേക്ക് കൈക്രിയകൾ നടത്തി കൂട്ടിയപ്പോൾ എന്തായിപ്പോയി, ചെറിയ വ്യത്യാസം. ആ കൈകടത്തലും കടത്തിക്കൂട്ടിയത് ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ പരിപൂർണമായ പരിശുദ്ധമായ വേദത്തിലേക്ക് മടങ്ങണം, തിരിക്കണം എന്നാണ്. അപ്പൊ ഖുർആൻ പഠിതാക്കളായ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, നമുക്ക് തൗറാത്തിനോട് ജൂതന്മാർക്കുണ്ടായ സമീപനം, ഇഞ്ചീലിനോട് ക്രിസ്ത്യാനികൾക്കുണ്ടായ സമീപനം പോലെ ഒരു വിശുദ്ധിയുള്ള പാരായണ ഗ്രന്ഥമായി ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് ഉമ്മൊക്കെ കൊടുത്ത് അടുത്തിട്ട് വെക്കുന്ന ഒരു വിശുദ്ധ ഗ്രന്ഥമായിട്ട് ആണ് ഖുർആനെ നമ്മൾ കാണുന്നതെങ്കിൽ അബദ്ധമാണ്. എല്ലാ വിശുദ്ധിയും പരിശുദ്ധിയും അദബും ബഹുമാനാദരവുകളും ഒക്കെ ഈ പുസ്തകത്തോട് നൽകുന്നതോടൊപ്പം അതിൽ പറഞ്ഞ മുഴുവൻ സന്മാർഗ നിർദ്ദേശങ്ങളും ജീവിതത്തിലേക്ക് വേർതിരിക്കാതെ സെലക്റ്റീവ് ഒബീഡിയൻ്റ് അവർ ചെറുത് സൗകര്യപ്പെട്ടത് തെളിച്ച് അതിന് മാത്രം അനുസരിക്കുന്ന സ്വഭാവമാകാതെ പൂർണ്ണമായും സ്വീകരിക്കുകയാണെങ്കിലാണ് ഖുർആനിൽ നിന്ന് ഹിദായത്ത് കിട്ടുക. ഖുർആനിൽ നിന്ന് ഹിദായത്ത് കിട്ടിയ ഭാഗ്യവാന്മാരിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين. الحمد لله رب العالمين. السلام عليكم ورحمة الله.